ആണ്ടുവട്ടം 5-ാം വാരം ശനി. തിരുവചനം. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ 3 ദിവസമായി ഭക്ഷിക്കാതെ തന്നെ അനുഗമിച്ചവർക്ക് ഭക്ഷണം ഉടനെ കൊടുക്കുവാൻ യേശു ആവശ്യപ്പെടുകയാണ്. ഈ വിജനപ്രദേശത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെയെന്ന് അപ്പോസ്തലന്മാർ മറുചോദ്യം ചോദിക്കുന്നു. ഇസ്രായേൽ മദിയാൻകാരുടെ കീഴിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന നാളുകളിൽ മദിയാൻകാരെ പേടിച്ച് ഗിദെയോൻ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഗിദെയോനോട് ആവശ്യപ്പെട്ടു, പെട്ടെന്ന് ഒരു സൈന്യം ഉണ്ടാക്കി മദിയാൻകാരോട് യുദ്ധം ചെയ്യണം. ഗിദെയോൻ മറുപടി പറഞ്ഞു, മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, ഞാൻ ഏറ്റവും നിസ്സാരനുമാണ്. കർത്താവിൻ്റെ ദൂതൻ ഗിദെയോനോട് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ മദിയാൻകാരുടെ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തുക. ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നൽകുന്ന വാഗ്ദാനം ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് മാത്രമാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഗിദെയോൻ യുദ്ധത്തിൽ വിജയിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തി. കർത്താവ് ഇടപെട്ടപ്പോൾ 7 അപ്പവും കുറെ ചെറുമീനും 4000 പേർ ഭക്ഷിച്ചിട്ടും 7 കുട്ട നിറയെ ബാക്കി വന്നു. കർത്താവ് കഴിവുള്ളവരെ വിളിക്കുകയല്ല, വിളിച്ചവരെ കഴിവുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.